നമുക്കിന്ന് സമുദ്രയുടെ ആദ്യത്തെ അമൃതം പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടി വരെ പോയിട്ട് വരാം. സമുദ്ര ഞാൻ കൊണ്ടുപോകുന്നില്ല, അവൾക്ക് നല്ല പനി ആയതുകൊണ്ട്. വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. പക്ഷേ ഞാനൊരു ഒരു കൂട്ടുകാരിയുടെ കൂട്ടിയാണ് അമൃതം പൊടി മേടിക്കാൻ അംഗൻവാടി പോകുന്നത്. നടന്നാട്ടോ പോകുന്നത്. എനിക്ക് ഈ ഇടയായിട്ട് വണ്ടി എടുക്കാൻ ഭയങ്കര പേടിയാണ്. ദേ ഇതാണ് എൻ്റെ ഫ്രണ്ടിന്റെ വീട്. ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ടേ അറിയുന്ന ആൾക്കാരാണ്. ഹൈസ്കൂൾ മുതൽ ഒന്നിച്ചുള്ള സൗഹൃദമാണ്. വാടി, സമയമില്ലാണ്ട് നീ ഇങ്ങോട്ട് വാ. ആണോ? ഓക്കെ. തൽക്കാലത്തെ ചോറ് കഴിക്കാണ്ട് മാത്രം ക്ഷമിച്ചിരിക്കുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ ചില ആളുകളിലേക്ക് മാത്രം ചുരുങ്ങാറുണ്ട്. എൻ്റെ ആ ഒരാളാണ് ഇത്. എൻ്റെ കൊച്ചിൻ്റെ അമൃതപ്പൊടി മേടിക്കാം. പണ്ട് സ്കൂളിലും ട്യൂഷനിലും കോളേജിലൊക്കെ ഒന്നിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങളിപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ അമൃതം പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിലേക്ക് ഒന്നിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തീരെ വയസ്സായിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു ഈ അംഗൻവാടിയിലേക്ക്. ജംഗ്ഷനിൽ നിന്ന് 2 വളവ് തിരിഞ്ഞ അപ്പുറത്ത് അംഗൻവാടിയാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഞങ്ങൾ വിയർത്ത് പോയി. അതെ, മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണിത്. തെങ്ങമ്മ UP സ്കൂൾ. കാട്, മല, കുന്ന് എന്ന് പറഞ്ഞിട്ട് ഡോറയും ബുജിയും യാത്ര പോവില്ലേ, അതേപോലെ ഞങ്ങൾ ഒടുവിൽ കുറെ കയറ്റോ ഇറക്കോ ഒക്കെ താണ്ടി അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അംഗൻവാടി. ഞങ്ങൾ അമൃതം പൊടിയൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ, തെങ്ങമ്മ UP സ്കൂൾ. അതിനിടയിൽ ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ ഞങ്ങൾ കളിയാക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവളെയും കളിയാക്കി അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ.